യുക്രൈനിൽ ഒരു വമ്പൻ ആക്രമണം യുക്രൈൻ റഷ്യയിൽ നടത്തിയിട്ടുണ്ട്. അതായത് റഷ്യയിലാണ് ഈ ആക്രമണം നടന്നത്, യുക്രൈനാണ് നടത്തിയത്. ഒരു ഡ്രോൺ ആക്രമണമാണ് നടന്നത്. ഈ ഡ്രോൺ ആക്രമണം നടത്താനുള്ള കാരണം എന്താണ്? ഈ ഡ്രോൺ ആക്രമണം നടത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് റഷ്യ യുക്രൈൻ്റെ ഒരു തെർമൽ പവർ പ്ലാന്റിൽ അടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ ഒരു എണ്ണ പൈപ്പിൽ, അതായത് ഗ്യാസ് പൈപ്പ് ലൈനാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യയുടെ തകർത്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡൊണറ്റ്സ് നഗരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പുടിൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ നഗരം പിടിച്ചെടുക്കാനുള്ള സാഹചര്യത്തിൽ പുടിൻ മുന്നോട്ട് പോകുമ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തെക്കൻ റഷ്യയിലെ ഒറൻബർഗ് മേഖലയിലെ ഒരു ഗ്യാസ് സംസ്കരണ പ്ലാന്റിൽ യുക്രൈനിയൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തി. അത് വലിയ തീപിടുത്തത്തിന് കാരണമായി. റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കമ്പനിയായിട്ടുള്ള ഗ്യാസ് പ്രോമിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്ലാന്റ് പ്രതിവർഷം 45 ബില്യൺ ക്യൂബിക് മീറ്റർ വാതകമാണ് സംസ്കരിക്കുന്നത്. പക്ഷേ ഇതിൽ ആളപായമൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശൈത്യകാലത്തിന് മുന്നേ, അതായത് ഈ തണുപ്പ് കാലത്തിന് മുന്നോടിയായിട്ട് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ യുക്രൈൻ്റെ തെർമൽ പ്ലാന്റിൽ അടിച്ചു കഴിഞ്ഞു. മക്കാലോ കലഷ്നിക്കോവ്, കീവ് റീജിയണൽ ഗവർണർ, ഇത് വളരെ ക്രൂരമായി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ യുദ്ധം നിർത്താൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഡൊണറ്റ്സ് നഗരം അതെനിക്ക് വേണം എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ട്രംപിനോടടക്കം ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡൊണറ്റ്സ് നഗരം എങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നാണ് യുക്രൈൻ ചോദിക്കുന്നത്. കാരണം ഡൊണറ്റ്സ് എന്ന് പറയുന്നത് യുക്രൈൻ്റെ ഹാർട്ട് ലാൻഡാണ്, ഇൻഡസ്ട്രിയൽ പവർ ഹൗസാണ്, തന്ത്രപ്രധാന മേഖലയാണ്. അത് കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് യുക്രൈൻ പറയുന്നത്. അത് തരാൻ സാധിക്കില്ലെങ്കിൽ യുദ്ധം നിർത്തുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്ന് പുടിനും പറഞ്ഞിട്ടുണ്ട്. കാരണം യുക്രൈൻ്റെ ഇൻഡസ്ട്രിയൽ ഹാർട്ട് ലാൻഡ് ആയിട്ടുള്ള ഈ ഡൊണറ്റ്സിൽ നിന്നാണ് കോള്, അയൺ, സ്റ്റീല്, ഹെവി മെഷീനറി, കെമിക്കൽസ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടുത്തെ വലിയ രീതിയിലുള്ള സമ്പത്ത്, അതായത് ഒരു സാമ്പത്തിക അടിത്തറ, ഒരു ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ആണ് ഈ ഡൊണറ്റ്സ് എന്ന് പറയുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പ്രദേശം റഷ്യക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമായി മാറും യുക്രൈന്. പോരാത്തതിന് ഈ ഡൊണറ്റ്സ് പിടിക്കാനായി 2014 മുതൽ റഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുമുണ്ട്. 2014 അവിടെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു, ഡൊണറ്റ്സ് എന്ന് പറയുന്ന ആ യുക്രൈനിലെ നഗരത്തിൽ. ഡൊണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക് എന്നാണ് അതിൻ്റെ പേര്. ഇവർ അവിടെ രൂപീകരിച്ച ശേഷം ഞങ്ങൾക്ക് റഷ്യയുമായി ചേരണമെന്ന് പറയുന്ന ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഡൊണറ്റ്സ് നഗരത്തിലുള്ള ആൾക്കാർ റഷ്യൻ സംസ്കാരവുമായി വളരെയധികം ചേർന്ന് കിടക്കുന്നവരാണ്, അവർ എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാണ് ഡൊണറ്റ്സ് നഗരം പിടിക്കാനായി ഇപ്പോൾ പുടിൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. യുക്രൈൻ്റെ ഒരു നിധി കുംഭം തന്നെയാണ് ഈ ഡൊണറ്റ്സ് നഗരം എന്ന് പറയാം. പോരാത്തതിന് റഷ്യയ്ക്ക് അത് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ബഫർ സോണാക്കി മാറ്റാൻ സാധിക്കും. ബ്ലാക്ക് സീയിലേക്ക് ക്രിമിയ വഴി ഒരു പാത നിർമ്മിക്കാനായി സാധിക്കും. അങ്ങനെ ഒരുപാട് റഷ്യയ്ക്ക് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് യുക്രൈൻ അത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.